ഇറാനെതിരെയുള്ള യുദ്ധം നിർത്തണമെന്ന് ജെ.ഡി. വാൻസിൻ്റെ മുന്നറിയിപ്പ്, അതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട്. 13 ദിവസം തുടർച്ചയായ രീതിയിൽ യുദ്ധം നടത്തി എന്ത് നേടി എന്നുള്ളതും എന്ത് ലാഭമാണ് ഉള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണക്കുറിപ്പ് നൽകാൻ യഥാർത്ഥത്തിൽ നമ്മുടെ സൈനികർക്ക് സാധിക്കില്ല. നഷ്ടത്തിൻ്റെയും കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും സാമ്പത്തിക തകർച്ചയുടെയും കഥകൾ മാത്രമാണ് പറയാനുള്ളത്. നമ്മൾ എവിടെയാണ് ജയിച്ചത്? അതിനാൽ തന്നെ ഇനിയൊരു യുദ്ധമൊക്കെ ആലോചിച്ചിട്ട് വേണം എന്നുള്ളതാണ്. ഈ കർശനമായിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ വൈറ്റ് ഹൗസിലെ വളരെ പ്രധാനമായിരിക്കുന്ന രഹസ്യ മീറ്റിങ്ങിൽ ജെ.ഡി. വാൻസൺ നൽകിയത്. അതോടുകൂടി ട്രംപ് തന്നെ ഒന്ന് സ്തംഭിച്ചു പോയി. പിന്തുണ നൽകേണ്ട ആൾ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നല്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് യുദ്ധമില്ല എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് യുദ്ധമില്ലാത്തത്? ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇറാൻ തിരിച്ചാക്രമിക്കുന്നില്ല. വളരെ എളുപ്പമാണല്ലോ. ഇറാൻ കൈ പ്രയോഗിക്കുമെന്ന് ചില നിർദ്ദേശങ്ങളോ മുന്നറിയിപ്പുകളോ അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. എന്താണ് കൈ എന്നതിനെക്കുറിച്ചുള്ള വിവരമില്ല. ഒന്നുകിൽ മാരകമായിരിക്കുന്ന ആയുധങ്ങൾ ഇതുവരെ പുറത്തെടുക്കാത്തത് ഇറാൻ്റെ കൈവശത്തിലുണ്ട്. മിസൈൽ തന്നെ പല രീതിയിലും പല രൂപത്തിലുമാണ്. അത് 200 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ഉണ്ടാവാം. അതിൻ്റെ കാഠിന്യത്തിന് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ മാരകമായിരിക്കുന്ന ആക്രമണ സ്വഭാവമുള്ള മിസൈലുകളുണ്ട്, ചെറിയ രീതിയിൽ ആക്രമണം നടത്തുന്നതുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ സാറ്റലൈറ്റിനെ വെട്ടിച്ച് പോകാൻ പറ്റുന്നതുണ്ട്, സാറ്റലൈറ്റ് കുടുങ്ങുന്നതുണ്ട്, പിന്നെ ഉയർന്ന് വളരെ പെട്ടെന്ന് തന്നെ താഴ്ന്നു വീഴുന്നതുണ്ട്, സ്ട്രൈറ്റായിട്ട് പോകുന്നുണ്ട്. പല രീതിയിലാണ്, പല രൂപത്തിലാണ്, പല കോലത്തിലാണ്. ആക്രമണത്തിൻ്റെ രീതി തന്നെ പല രീതിയിലാണ്. ഇവിടെ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോമിൻ്റെ മുമ്പിൽ വെച്ച് ഇസ്രായേലിൻ്റെ മിസൈലുകൾ ഡാൻസ് കളിച്ച ഒരു ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ചെയ്യുന്ന മിസൈലുകളുണ്ട്. ഇതിന് പ്രതിരോധ സംവിധാനത്തിന് മുമ്പ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന സമയത്ത് ആ പ്രതിരോധ സംവിധാനം എന്ന് പറയുമ്പോൾ അതിൽ നിന്നൊരു മിസൈൽ പുറത്തോട്ട് വരുന്നതാണ് പ്രതിരോധം. അപ്പോൾ രാജ്യത്തിൻ്റെ അകത്തേക്ക് ഇറാനിപ്പോൾ ഒരു മിസൈൽ വിടുന്ന സമയത്ത് ഏകദേശം 100 കിലോമീറ്റർ ചുറ്റളവിൽ ഈ മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അയൺ ഡോം ഒരു മിസൈൽ തിരിച്ചങ്ങോട്ട് അയക്കും. അപ്പോൾ ഇത് ഏത് മേഖലയിൽ നിന്നാണോ വരുന്നത് അതേ മേഖല കറക്റ്റായിട്ട് ഈ മിസൈലെ കൂട്ടിമുട്ടിയിട്ട് അതിനെ തകർക്കുന്നതാണ് ഇപ്പോൾ പ്രതിരോധം എന്ന് പറയുന്നത്. അത് ഇതിന് മുമ്പിൽ വെച്ച് ഡാൻസ് കളിച്ചാൽ പ്രതിരോധ മിസൈൽ വേറെ എങ്ങോട്ടോ പോവും, ഇത് ലക്ഷ്യത്തിലേക്ക് വീഴുകയും ചെയ്യും. അങ്ങനെ അത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ആദ്യമായിട്ടാണ് പ്രതിരോധത്തിന് മുമ്പിൽ ഡാൻസ് കളിക്കുന്ന മിസൈൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരിപ്പോൾ പറയുന്നത് അമേരിക്ക ഇപ്പോൾ കണക്ക് കൂട്ടുന്നു, ഇറാൻ കൈ പ്രയോഗിക്കുക എന്ന് പറയുന്ന സമയത്ത് ആ വാക്കർത്ഥം വലിയ ഗൗരവത്തിലെടുക്കേണ്ടതാണ്, വലിയ കാഠിന്യമുള്ളത് തന്നെയാണ്. യുദ്ധത്തിൻ്റെ അടുത്ത ഘട്ടം എന്താണെന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിശദീകരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ട്രംപിനോട് ആ മീറ്റിങ്ങിൽ വെച്ച് ചോദിച്ചു. അടുത്ത ഘട്ടം എന്താണെന്നുള്ളത് അയാൾ കൈ മലർത്തിയിട്ട് പറഞ്ഞു, ഒന്നും അറിയില്ല, എങ്ങനെയൊക്കെയാണ് ഇത് എത്തുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവരമില്ല. കാര്യം എന്ന് വെച്ചാൽ ശത്രുവിൻ്റെ ശക്തി നമുക്ക് അറിയാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് സൈനിക മേധാവികളുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ട്രംപ് ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ്. നഷ്ടവും നാശവും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളൊക്കെ തങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ട്രംപ് അതിന് വിശദീകരിച്ച സമയത്ത് നഷ്ടവും നാശവും എവിടെയാണ് ഇല്ലാതാക്കിയത് എന്ന ചോദ്യം മറുചോദ്യമായിട്ട് വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ദേശത്തിൻ്റെ ഭാഗമായിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സൈനിക ബേസൊക്കെ പ്രവർത്തിക്കുന്ന ഈ ഖത്തറിലാണെങ്കിലും UAE-യിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും ബഹ്റൈനിലാണെങ്കിലും എവിടെയാണ് നാശമില്ലാതിരുന്നത്? നാശത്തിന് കണക്ക് മാത്രമല്ലേ പറയാനുള്ളൂ. അപ്പോൾ 2-3 നിർദ്ദേശങ്ങൾ ജെ.ഡി. വാൻസിൻ്റെ നിർദ്ദേശപ്രകാരം അതിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതുകൊണ്ട് താൽക്കാലികമായിരിക്കുന്ന യുദ്ധവിരാമം അല്ലെങ്കിൽ യുദ്ധം നിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങുന്നു. ഇതൊരു കരാറാക്കിയിട്ടോ അല്ല യുദ്ധം നിർത്തിയെന്ന് അമേരിക്ക പറഞ്ഞിട്ടില്ല, അവസാനിപ്പിച്ചു എന്ന് ഇറാനും പറഞ്ഞിട്ടില്ല, ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. അമേരിക്കയുമായിട്ട് ചർച്ചയ്ക്കില്ല, വാക്ക് പാലിക്കില്ല എന്നുള്ളത്. അതിന് അവർ ജെ.ഡി. വാൻസിൻ്റെ നേതൃത്വത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറയും. 1, സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല. കാര്യം അമേരിക്കയുടെ രാജ്യത്ത് തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം. ആ രാജ്യത്ത് തന്നെ സാമ്പത്തികമായിരിക്കുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പെട്രോളത്തിന് വില വർദ്ധിച്ചാൽ നമുക്കറിയാം ബാക്കി എല്ലാ വസ്തുക്കൾക്കും വില വർദ്ധിക്കും. അങ്ങനെയാണല്ലോ ഉള്ളത്. അമേരിക്കയിലാണ് ഇത് ആദ്യം വർദ്ധിപ്പിച്ചത് എന്നൊരു പ്രത്യേകതയുണ്ട്. പിന്നെ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള അകൽച്ച ഭാവിയിൽ വല്ലാത്ത രീതിയിൽ മുറിപ്പാട് അമേരിക്കയ്ക്കുണ്ടാക്കും. അവരുടെ
കറൻസിയുടെ മൂല്യത്തിന് പോലും ഇടിവ് വരും. കാര്യം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് വിനിമയം നടത്തുന്ന കറൻസിയാണ് ഡോളർ എന്ന് പറയുന്നത്. ആ ഡോളറിലെ കറൻസിയിൽ ഇനി വിനിമയം നടത്താൻ പാടില്ലെന്ന് അറേബ്യൻ രാജ്യങ്ങൾക്കും മുസ്ലിം രാജ്യങ്ങൾക്കും ഇറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾ വിൽപ്പന നടത്തുന്ന പെട്രോളിയം വിൽപ്പന നടത്തുന്ന സമയത്ത് നിങ്ങളുടെ കറൻസിയിൽ വിൽപ്പന നടത്തുക, അല്ലെങ്കിൽ യൂറോ കറൻസി നടത്തുക, അല്ലെങ്കിൽ ചൈനയുടെ യുവാങ് കറൻസിയിൽ നടത്തുക. അതല്ലാത്ത രീതിയിൽ ഒരിക്കലും ഡോളറിൽ വിനിമയം നടത്തരുത് എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇറാൻ്റെ ഈ നിർദ്ദേശം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടൊന്നും അറേബ്യൻ രാജ്യങ്ങളോ മുസ്ലിം രാജ്യങ്ങളോ അവഗണിക്കില്ല. കാരണം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭയങ്കരമാണ് എന്നുള്ള കാര്യം അവർക്കറിയാവുന്നതാണ്. പിന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ആയുധങ്ങളുടെയും പ്രതിരോധ ആയുധങ്ങളുടെയും ഒക്കെ വലിയ കുറവുണ്ട് സർവ്വ മേഖലയും. അപ്പോൾ ഇറാന് നേരെ ഒരു ആക്രമണം നടത്തുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അതങ്ങനെ അവർക്ക് ചെയ്യാം, കുറഞ്ഞ ആയുധത്തിൻ്റെ ആവശ്യങ്ങളെ വരൂ. പക്ഷേ അങ്ങനെയല്ല ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ, അമേരിക്കയുടെ സൈനിക ബേസുള്ള എല്ലാ രാജ്യങ്ങളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഓട്ടോമാറ്റിക്കായിട്ട് അമേരിക്കയുടെ തലയിൽ വന്നുപെട്ടു. അപ്പോൾ കുവൈത്തിലെ അമേരിക്കയുടെ സൈനിക ബേസ് ആക്രമിക്കുന്ന സമയത്ത് ആ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിരോധം ഉണ്ടാക്കേണ്ടത് അമേരിക്കയാണ്. ആ രാജ്യത്തിൻ്റെ മറ്റ് മേഖല ആക്രമിക്കുകയാണെങ്കിൽ അതിന് പ്രതിരോധം ഉണ്ടാക്കേണ്ടത് ആരാണ്? അതും അമേരിക്ക തന്നെയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള സൈനിക ആവശ്യം ഇവിടെ വരുന്നു. ഒരു കുവൈറ്റല്ല, ബഹ്റൈനുണ്ട്, UAE ഉണ്ട്, ഖത്തറുണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ഒമാനുണ്ട്. അവിടെ അവസാനിച്ചോ? ഇല്ല, ഇപ്പം ജോർദാനിലേക്ക് അത് പറിച്ച് നടപ്പെട്ടിരിക്കുന്നു. ജോർദാൻ സർവ്വ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും സംഹാര താണ്ഡവമാടുകയാണ് ഇറാൻ, എവിടെയും വിശ്രമം കൊടുക്കാത്ത രീതിയിൽ. അവിടെ അവസാനിച്ചോ? ഇല്ല, തുർക്കി ആക്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല അറേബ്യൻ രാജ്യങ്ങളിലുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ എംബസിയും കോൺസുലേറ്റ് പോലും സുരക്ഷിതമല്ലാത്തൊരു സ്ഥിതി വരുന്നുണ്ട്. എപ്പോൾ ആക്രമിക്കാമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഉക്രൈൻ്റെ എംബസി ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിൽ സുരക്ഷിതമല്ലാതായി. ആക്രമണം പ്രതീക്ഷിക്കാം. അപ്പോൾ അതിന് സംരക്ഷണ ഭിത്തി ഒരുക്കണം. ആ രീതിയിൽ സാമ്പത്തിക ബാധ്യതകൾ അമേരിക്കക്ക് വരുന്നു. അപ്പോൾ ഒരു നിസ്സാരവൽക്കരിക്കപ്പെട്ട ഒരു യുദ്ധമായിട്ടൊരിക്കലും ഇതിനെ വ്യാഖ്യാനിക്കാനോ കാണാനോ വേണ്ടി സാധിക്കുകയില്ല എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് പിന്നെ ഒന്നുകൂടെ അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, പിന്തുണക്കാൻ രാജ്യങ്ങളില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സംഭവം അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ്. ഏതൊരു യുദ്ധകാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അതിനോടൊപ്പം യൂറോപ്യൻ രാജ്യങ്ങളും പ്രത്യേകിച്ച് ബ്രിട്ടനും ചേർന്ന് നിൽക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ബ്രിട്ടൻ അമേരിക്കയുമായിട്ട് ഉടഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അമേരിക്കയുടെ നിലപാടല്ല ബ്രിട്ടനിൽ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലുള്ളത്. ഇനി നമ്മൾ ഇസ്രായേലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഇസ്രായേലിൻ്റെ നിലപാട്, ഇസ്രായേലിനോടുള്ള അമേരിക്കയുടെ നിലപാടിനോട് യോജിപ്പല്ല ബ്രിട്ടനുള്ളത്. ബ്രിട്ടൻ പാലസ്തീന് സ്വതന്ത്രമാകണം എന്നുള്ളതും സ്വതന്ത്ര പലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായി UN സഭയിൽ പ്രഖ്യാപിച്ച രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ഒരു തരത്തിലും പാലസ്തീന് സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന രാജ്യമാണ് അമേരിക്ക. അത് ഇസ്രായേലിൻ്റെ നേൽ പറ്റി അവർ കഴിയുന്നു. എന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ നിർമ്മിച്ചതും സൃഷ്ടിച്ചതും ആരാണ്? ബ്രിട്ടനാണ്. അത് തുർക്കിയുടെ, നമുക്കറിയാം, നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, തുർക്കിയുടെ ഭരണം നഷ്ടപ്പെട്ട, തുർക്കിയുടെ ഓട്ടോമാൻ സാമ്രാജ്യം തകർന്ന ഒന്നാം ലോക യുദ്ധത്തോടു കൂടി പിന്നീട് അറേബ്യൻ രാജ്യങ്ങളിലെ ഭരണത്തിൻ്റെ നിയന്ത്രണം ബ്രിട്ടൻ ഏറ്റെടുത്തു. സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, UAE ഒക്കെ പോലെയുള്ള രാജ്യങ്ങളെല്ലാം പിന്നീട് ബ്രിട്ടൻ്റെ കീഴിലായിട്ട് വന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇന്ന് 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ബ്രിട്ടനാണ് പിന്തുണ നൽകിയത്. അപ്പോൾ അങ്ങനെ പോകുന്നു അതിൻ്റെത്. അപ്പോൾ ഇപ്പോൾ ആ സ്ഥിതിക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടൻ തന്നെ അപ്പാടെ മാറി അമേരിക്കയുടെ നയനിലപാടിനെ വിമർശിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്, ഇറാനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് എവിടെയും എത്തിക്കാൻ വേണ്ടി സാധിക്കില്ല. സാമ്പത്തിക ബാധ്യതയും ഈ ലോകരാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിയുമാണ് നിലവിലുള്ളത് എന്നതിനാലാണ് ഇപ്പോഴത്തെ ഒരു യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതികൾ നിലനിൽക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.